സോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മളെ ലൂഫിക്ക് ഫൈനൽ വാറിൽ ഇനിയുള്ള വില്ലന്മാരെയൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ ഈ 3 കാര്യങ്ങൾ കൂടി ഇമ്പ്രൂവ് ചെയ്താലും മാത്രമേ അവരെയൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂ. സോ ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ 30 ഡേയ്സ് ചാലഞ്ചിൻ്റെ 7ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ചാലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ചാനൽ ഇപ്പോൾ ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. സോ ഇത്രയും നമുക്ക് എത്താൻ പറ്റിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മൾ വിചാരിച്ച ആ ടാർഗറ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. 10K 30 ഡേയ്സിനുള്ളിൽ അങ്ങനെയുള്ള ആ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ 100+ സബ്സ്ക്രൈബേഴ്സെങ്കിലും ഡെയിലി നമുക്ക് കിട്ടിയേ പറ്റൂ. സോ ഇത് കംപ്ലീറ്റ് ആക്കുന്നതിനായിട്ട് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് നമ്മുടെ ലൂഫിയുടെ ഇമാജിനേഷനാണ്. നമുക്കറിയാം ലൂഫിയുടെ പവർ തന്നെ ഇമാജിനേഷനാണ്. പക്ഷേ നമ്മുടെ ലൂഫിയുടെ ഇമാജിനേഷൻ എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. നമ്മൾ കണ്ടിട്ട് ലൂഫി തൻ്റെ പവേഴ്സ് നല്ല രീതിക്ക് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോഴും റബ്ബർ ബേസ്ഡ് എബിലിറ്റി മാത്രമാണ് നമ്മളെ ലൂഫി അധികം യൂസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മളെ ലൂഫിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. തൻ്റെ ഇമാജിനേഷൻ വെച്ച് എന്ത് വേണമെങ്കിലും നമ്മളെ ലൂഫിക്ക് ക്രിയേറ്റ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഇതൊന്നും നമ്മുടെ ലൂഫി ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ലൂഫിയുടെ ഇമാജിനേഷൻ അത്രമാത്രം ചെറുതാണ്. അല്ലെങ്കിൽ നമ്മുടെ ലൂഫിയുടെ പവേഴ്സിനെ കുറിച്ച് ലൂഫിക്ക് തന്നെ നല്ല രീതിക്ക് അറിയില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളെ ലൂഫിക്ക് തൻ്റെ ഫൈറ്റിൽ നല്ല രീതിക്കുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകുന്നുണ്ട്. ഇത് എപ്പോഴാണോ നമ്മളെ ലൂഫി മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മളെ ലൂഫിയുടെ ഫൈറ്റ് ചെയ്യുന്ന മുഴുവൻ രീതിയും മാറുന്നതായിരിക്കും. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഫൈറ്റ് നമ്മൾ ഇതുവരെ കണ്ടതിലും വെച്ച് പ്രിഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫൈറ്റുകളായിരിക്കും. സോ ഫൈനൽ വാറിലെ വില്ലന്മാരൊക്കെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണമെങ്കിൽ നമ്മളെ ലൂഫിക്ക് തൻ്റെ ഇമാജിനേഷൻ ഇനിയും ഇൻക്രീസ് ചെയ്തേ പറ്റൂ. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ലൂഫിയുടെ ഹാക്കിയാണ്. നമുക്കറിയാം നമ്മളെ ലൂഫി 3 ടൈപ്പ് ഹാക്കീസ് മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എഗ് ഡാർക്കിൽ കണ്ടിട്ടുള്ള നമ്മുടെ ജോയ് ബേർഡ് ലെവലിലേക്ക് നമ്മളെ ലൂഫിയുടെ ഹാക്കിയും എത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ 5 എൽഡേഴ്സിനെയും അതുപോലെ തന്നെ ഹോളി നൈറ്റ്സിനോടൊക്കെ നമ്മുടെ ലൂഫിക്ക് നല്ല രീതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോയ് ബേർഡ് ചെറിയൊരു ഹാക്കി ബ്ലാസ്റ്റ് തന്നെ നമ്മുടെ 5 എൽഡേഴ്സിനെ തങ്ങളുടെ നോർമൽ ഫോമിലേക്ക് കൊണ്ടുവന്നിരുന്നു. സോ ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ ലൂഫിക്ക് ഫൈനൽ വാറാകുമ്പോഴേക്കും തീർച്ചയായിട്ടും എത്തേണ്ടതുണ്ട്. എന്നാലും മാത്രമേ നമ്മുടെ ഇമോസാമിനെയൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂ. ഞാനിങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഗോഡ് വാലിയിൽ വൺ പീസിൽ തന്നെ 6 സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടേഴ്സ് ഒരുമിച്ച് അറ്റാക്ക് ചെയ്തിട്ട് പോലും നമ്മുടെ ഇമോസാമയ്ക്ക് ഒന്നും പറ്റുന്നില്ല. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനോട് ഫൈറ്റ് ചെയ്താൽ ഇമോസാമിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൂഫിക്ക് ജോയ് ബോയുടെ ഹാക്കി ലെവലിൽ എത്തിയേ പറ്റും. പിന്നെ ഇതിൽ മൂന്നാമത്തെ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലിസ്റ്റിൽ മൂന്നാമത് വരുന്നത് മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ ഗിയർ 5ൻ്റെ സ്റ്റാമിനയാണ്. വെറും 10 മിനിറ്റ് എങ്ങനെയാണ് നമ്മുടെ ഗിയർ 5 നമ്മുടെ ലൂഫിക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞതും നമ്മുടെ ലൂഫി ഒരു വയസ്സിനെ പോലെ ആവുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം നമ്മളെ ലൂഫി ട്രെയിൻ ചെയ്ത് മാറ്റണം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മളെ ലൂഫിക്ക് ഈ ഒരു ഫോം യൂസ് ചെയ്യാൻ പറ്റണം. എന്നാലും മാത്രമേ ഒരു ഫൈറ്റിൽ വലിയ കാര്യമുള്ളൂ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഫോം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ലൂഫി ഒരു ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇമ്പാക്റ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ഓപ്പണൻസിന് വളരെ ഈസി ആക്കുന്നതായിരിക്കും ഫൈറ്റ് ചെയ്യാൻ. സോ ഈ ഒരു സ്റ്റാമിന ഡ്രെയിൻ ആകുന്ന ഈ ഒരു പ്രശ്നം നമ്മളെ ലൂഫി ഉടൻ തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിലും മറ്റുള്ള ഓപ്പണൻസിൻ്റെ കൂടെ നമ്മളെ ലൂഫിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ള ഓപ്പണൻസിനൊന്നും ഈ സ്റ്റാമിന ഡ്രെയിൻ ആകുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മൾ എഗ്ഗഡ് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ ലൂഫിക്ക് തൻ്റെ ഇമാജിനേഷൻ ഇൻക്രീസ് ചെയ്താൽ മാത്രം മതി എന്നാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ലൂഫിക്ക് ഫുഡ് കിട്ടിയാൽ നമ്മളെ ലൂഫി റിക്കവർ ആകുന്നതായിരിക്കും. സോ ഗിയർ 5 ഇരിക്കുന്ന സമയത്ത് നമ്മളെ ലൂഫിക്ക് ഫുഡ് ഇമാജിൻ ചെയ്ത് അത് അങ്ങ് കഴിച്ചാൽ പോരെ. അന്നേരം ലൂഫിക്കുള്ളത് സ്റ്റാമിന കൂടുമായിരിക്കും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, ചിലപ്പോൾ ഇത് വർക്കായേക്കാം. സോ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത്. മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.